ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് UPSCയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാം. പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്ക്. അതായത് വൈറ്റ് റവല്യൂഷൻ, ഓപ്പറേഷൻ ഫ്ലഡ് എന്നും പറയും. ഇത് ഇന്ത്യയിലെ മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു പ്രോഗ്രാമാണ്. മിൽക്ക് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു ഇന്ത്യ. അതിനെ ഈ പ്രോഗ്രാമിലൂടെ വേൾഡ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ ആക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ഫാക്റ്റ് നോക്കാം നമുക്ക്. 1965 നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിച്ചു. അതിനുശേഷം 1970 ഓപ്പറേഷൻ ഫ്ലഡ് വാസ് ലോഞ്ച്ഡ്. ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് ഓൾസോ നോൺ ആസ് ദ വൈറ്റ് റവല്യൂഷൻ. ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ ഈസ് വർഗീസ് കുര്യൻ. ഇത് ഫോളോ ചെയ്യുന്നത് ആനന്ദ് പാറ്റേൺ ആണ്. ഡെവലപ്ഡ് ഇൻ ആനന്ദ് ഇൻ ഗുജറാത്ത്. വൈറ്റ് റവല്യൂഷൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്നാമത്തേതാണ് ഇൻക്രീസ് മിൽക്ക് പ്രൊഡക്ഷൻ, പ്രൊവൈഡ് ഫെയർ പ്രൈസസ് ടു ഡയറി ഫാർമേഴ്സ്, കണക്ട് റൂറൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് വിത്ത് അർബൻ കൺസ്യൂമേഴ്സ്, സ്ട്രെങ്തൻ ഡയറി കോപ്പറേറ്റീവ്സ്. ഈ വൈറ്റ് റവല്യൂഷൻ അത് ഇന്ത്യയിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഇമ്പാക്റ്റാണ് ഇന്ത്യ ബിക്കംസ് ദ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ ഇൻ ദ വേൾഡ്. ദെൻ ഫാർമർ ഇൻകം ഇൻക്രീസ് ചെയ്തു, ഡയറി കോപ്പറേറ്റീവ് ബിക്കംസ് സ്ട്രോങ്ങർ, റൂറൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ്, അവൈലബിലിറ്റി ഓഫ് മിൽക്ക് ഇംപ്രൂവ്ഡ് അക്രോസ് ദ കൺട്രി. ഇത്രയാണ് വൈറ്റ് റവല്യൂഷനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വിവരണം. ഇതിൽ മെയിനായിട്ട് പ്രിലിംസിന് വേണ്ടി ഓർക്കേണ്ടത് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വൈറ്റ് റവല്യൂഷനാണ്. വൈറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.